ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് വീണ്ടും വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളാണ് വായിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 2-ന്റെ 16-17. അത് മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ദഹിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ആഴ്ച നിർത്തിയത് ഇവിടെയാണ്. ആ പെർഗമോ സഭയെക്കുറിച്ച് മുഴുവൻ പറയാനൊത്തില്ല. അതിൻ്റെ ഭാഗ്യഭാഗമാണിത്. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാതിരുന്നാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. ഈ പെർഗമോ സഭയോടുള്ള ദൂതിൻ്റെ തുടക്കത്തിൽ തന്നെ കർത്താവ് ഇടപെട്ടിരിക്കുന്നത് മൂർച്ചയേറിയ ഇരുവായ്ത്തലകൾ വാളുള്ളവന് അരുളി ചെയ്യുന്നതെന്ന് പറഞ്ഞാണ് ഇടപെട്ടത്. അതിൻ്റെ അർത്ഥം ആ സഭയിൽ എന്തോ പ്രശ്നങ്ങളുണ്ട്. ഹല്ലേലൂയ. അത് എന്തുവാണെന്ന് അതിൻ്റെ 14-15 വാക്യത്തിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞോ ഒരു കുറ്റം പറയുവാനുണ്ട്. ഇസ്രായേൽ മക്കൾക്ക് വിഗ്രഹാർപ്പണം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിന് അവരുടെ മുമ്പിൽ ഇടർച്ച വരുത്തുവാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത് ബിലിയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. ഔവണ്ണം നിക്കലോവരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുണ്ട്. ഈ 2 കുറ്റം ഈ പെർഗമോ സഭയെക്കുറിച്ച് പറയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അത് നിസ്സാര കുറ്റമല്ല, വലിയ കുറ്റം തന്നെയാണ്. ഹല്ലേലൂയ. മറ്റുള്ള നമ്മൾ ഇതുവരെ കേട്ട എഫെസോസ്, സ്മുർണ, ഈ സഭകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു നിന്നവരായിരുന്നു. ഹല്ലേലൂയ. അവർക്ക് മറ്റ് ചെറിയ ചെറിയ കുറ്റങ്ങളുണ്ട്, എന്നാൽ ഇതുപോലുള്ള ഈ വലിയ കുറ്റങ്ങൾ അവരുടെ പേരിലില്ലായിരുന്നു. ഇവിടെ ബിലിയാമിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്ക് അവിടെയുണ്ട്. പെർഗമോസേ, നിനക്ക് ബിലിയാമിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നവർ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ബിലിയാമിൻ്റെ ഉപദേശം എന്താണെന്ന് സംഖ്യാപുസ്തകത്തിൻ്റെ 2-3 അധ്യായം, അതിൻ്റെ 34 അങ്ങനെയുള്ള 2-3 അധ്യായങ്ങളിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാനത് എക്സാക്റ്റ് ഓർക്കുന്നില്ല. അത് പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ, ബിലിയാം ബാലാക്കിനെ, ഇസ്രായേൽ മക്കളെ ശപിക്കുന്നതിന് വേണ്ടി വിളിച്ച് ബാലാക്കിൻ്റെ അടുത്ത് പോയതാണ്. പക്ഷേ ദൈവം ബിലിയാമിനെ തടഞ്ഞു. ഞാൻ നിന്നോട് പറയുന്നതേ നീ അവരോട് പറയാവുള്ളൂ എന്ന് പറഞ്ഞു. ബിലിയാം പക്ഷേ ധാരാളം പൊന്നും വെള്ളിയും കിട്ടുമല്ലോ എന്ന് കരുതി പോയി. എങ്കിലും അത് ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കണമെന്ന് പുള്ളി വിചാരിച്ചിരുന്നില്ല. എന്നാൽ എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോൾ 4 ദിക്കിൽ നിന്ന് അവൻ പ്രവചനം പറയാൻ തുടങ്ങിയപ്പോൾ ദൈവം അവൻ്റെ വായി കൊടുത്ത് മാത്രമേ അവന് പറയാൻ കഴിഞ്ഞുള്ളൂ. ഹല്ലേലൂയ. ദൈവം അങ്ങനെ ഇവൻ പറഞ്ഞു വരുന്ന മുഴുവൻ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ഒടുവിൽ ബാലാക്ക് രാജാവിനോട് കോപിച്ചപ്പോൾ ഇവന് ബാലാക്ക് രാജാവിന് കൊടുത്ത ഒരു ഉപദേശമാണ്. ഹല്ലേലൂയ. ആ ഉപദേശം എന്ന രീതിയിൽ അവിടെ അവൻ പ്രവചിച്ച് പറയാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഞാൻ ഇസ്രായേൽ മക്കൾ ബാൽപെയോരുമായി ചേർന്നതും അതുപോലെ മോവാബ് സ്ത്രീകളുമായി പരസംഗം ചെയ്യുന്നതും കാണുന്നു എന്ന് ഉള്ള രീതിയിൽ അവൻ പറയുവാനിടയായി തീർന്നു. അത് ബിലിയാമിൻ്റെ ഒരു ഉപദേശമായിട്ട് മാറി. അങ്ങനെ ഇസ്രായേൽ മക്കളൊക്കെയും ഈ ബാൽപെയോരിൻ്റെ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും അതിൽ വണങ്ങുകയും അവിടെ അർപ്പിക്കുന്ന വിഗ്രഹങ്ങൾ, അർപ്പിക്കുന്നതായ ഭക്ഷണങ്ങൾ ഭക്ഷിക്കുവാനും ഒക്കെ ഇടയായി തീർന്നു. മോവാബ് സ്ത്രീകളുമായി ഇണയില്ല ബന്ധം കൂടുവാനും ഇടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ ദൈവം അവരെ ശപിക്കുകയും അവർ ദൈവത്തിൽ നിന്ന് വിട്ടുപോവുകയൊക്കെ ചെയ്യുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അവർ വന്ന ശൂര്യവും അവർക്ക് ലഭിച്ചിരിക്കുന്ന വിജയമൊക്കെ പിന്നീട് അവർക്കത് ലഭിക്കാതെ പോയി. ഹല്ലേലൂയ. അപ്പോൾ ഈ ഇതാണ് ബിലിയാമിൻ്റെ ഉപദേശം. ഈ ഉപദേശം കൈക്കൊള്ളുന്നവർ പെർഗമോസ് നിൻ്റെ സഭയിലുണ്ട്. അതായത് ഒരു കോംപ്രമൈസിന് പോവുക എന്നുള്ള ഒരു രീതിയാണ് ഈ പെർഗമോ സഭയിലുണ്ടായിരുന്നത്. 2-ാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് നിക്കലോവരുടെ ഉപദേശം കൈക്കൊള്ളുന്ന ഒരു സഭയിലുണ്ടായിരുന്നു എന്ന് പറയുന്നു. നിക്കലോവരുടെ ഉപദേശത്തെക്കുറിച്ച് ഞാൻ 1-2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് എങ്കിലും നമ്മളൊന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അതൊരു തറവായി തീരും, അതുപോലെ കേൾക്കുന്ന നിങ്ങൾക്കും അത് തറവായി തീരും. നിക്കലോവരുടെ 3 ഉപദേശങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അത് 1-ാമത്തെ ഉപദേശം എന്ന് പറയുന്നത് നിയമവാഴ്ച തീർന്നു. ആ പഴയ നിയമത്തിൻ്റെ ആ നിയമം തീർന്നു. അതുകൊണ്ട് ഇനി റൂൾ ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തോന്നിയതുപോലെ ജീവിക്കാം എന്ന് നിക്കലോവരുടെ ഒരു പഠിപ്പീരുണ്ട്. അപ്പോൾ അതിനോട്
ഭൂരിപക്ഷം ജനങ്ങളും അതിനോട് യോജിക്കും. കാരണം ഇതിൽ ഇത് ഉപവാസം എടുക്കണ്ട, മറ്റുള്ള കണ്ണുകൾ മറച്ചു വെച്ച് നടക്കണ്ട, സ്വാതന്ത്ര്യമായിട്ട് നടക്കാം. കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുവാണല്ലോ. ഹാലേലുയ. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യത്തോടെ നമുക്ക് നടക്കാം. ഹാലേലുയ. അതുപോലെ ശരീരം എന്ന് പറയുന്നത് ഈവിളാണ്. മനുഷ്യൻ്റെ ജഡം എന്ന് പറയുന്നത് ഈവിളാണ്. ആത്മാവ് മാത്രമേ ഉള്ളൂ ശുദ്ധമായിട്ടുള്ളത്. അപ്പോൾ ഈ ശരീരം കൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും അത് പ്രശ്നമല്ല. കാരണം അതൊരു ഈവിളാണല്ലോ, ഈവിൾ സ്പിരിറ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ശരീരം കൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അവരുടെ രണ്ടാമത്തെ ഉപദേശം അതായിരുന്നു. മൂന്നാമത്തെ ഉപദേശം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വലിയ കൃപ. ഇത് കൃപായുഗമാണല്ലോ. ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മുടെ മേലുണ്ട്. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ദൈവം അത് ക്ഷമിക്കും. ഹാലേലുയ. അതാണ് കൃപായുഗം. ഹാലേലുയ. നിൻ്റെ പാപരക്താംബരം പോലെ ചുവന്നാണെങ്കിലും എത്ര കടുംചുവപ്പാണെങ്കിലും അതിന് ഹിമം പോലെ വെളുപ്പിക്കും, പഞ്ഞു പോലെ വെളുപ്പിക്കുമെന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അത് അരുളി ചെയ്തിട്ടുണ്ട് പുതിയ നിയമത്തിലേക്ക്. ഹാലേലുയ. അപ്പോൾ പാപം ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപ നമുക്കുള്ളത് കൊണ്ട് അത് സകലത്തിലും മതിയാകുമെന്ന ഈ 3 ഉപദേശം അവർ പഠിപ്പിച്ചു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇവർ ദുഷ്കാമ പ്രവർത്തിക്ക് പ്രേരിപ്പിക്കുന്ന ഒരു ഉപദേശമാണ്. അതായത് ബെലിയാമിൻ്റെ ഉപദേശവും ഈ നിക്കലേവരുടെ ഉപദേശവും എല്ലാം ഏതാണ്ടൊക്കെ ഒരുപോലെ തന്നെയാണ്. സഭയിലുള്ളവരെല്ലാം ഈ ദുഷ്കാമ പ്രവൃത്തിയിലേക്ക് നടത്തുവാൻ വേണ്ടി, ദൈവത്തിൽ നിന്ന് അകലുവാൻ വേണ്ടിയുള്ള ഉപദേശങ്ങളാണ്. ഈ ഉപദേശം ഈ പെർഗമോസ് സഭയിലുണ്ടായിരുന്നു. ദൈവത്തിന് അത് ഏറ്റവും വെറുപ്പുള്ള കാര്യവുമായിരുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് പൗലോസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം, 5:13 പൗലോസ് അതിനെക്കുറിച്ച് സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പി. ഹല്ലേലൂയ. പൗലോസിന് ദൈവത്തിൻ്റെ കൃപയുണ്ടായിരുന്നതുകൊണ്ട് കർത്താവ് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് പൗലോസിനും മനസ്സിലായി. ഹല്ലേലൂയ. ഇത് ദൈവകൃപ ഇല്ലാത്തവനാണ് ഈ ദൈവവചനങ്ങളെ വളച്ചു ഒടിച്ചുമൊക്കെ പ്രചരിപ്പിക്കുന്നത്. ഹല്ലേലൂയ. പൗലോസ് പറയുന്നു, സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളെ സഹോദരന്മാരെ. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിക്കുവിന്. ഹല്ലേലൂയ. അപ്പോൾ ഇത് ജഡത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയല്ല ഈ സ്വാതന്ത്ര്യം. അത് നമ്മൾ അന്യോന്യം സ്നേഹിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും വേണ്ടിയാണ് എന്ന് പൗലോസ് അവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ആയതുകൊണ്ട് ഈ നിക്കലോവ്യരുടെ ഈ ഉപദേശത്തെ ദൈവം വെറുക്കുന്നു. ഹല്ലേലൂയ. ഇതിനു മുമ്പിലുണ്ടായിരുന്ന എഫെസോസ് സഭകളൊന്നും ഈ ഉപദേശങ്ങളെ അവർ കൈക്കൊള്ളാത്തവരായിരുന്നു. എന്നാൽ ഇവർ പെർഗമോസ് സഭക്കാർ ആ ബെലിയാമിൻ്റെ ഉപദേശവും നിക്കലോവ്യരുടെ ഉപദേശവും ഇവർ കൈക്കൊള്ളുന്നവരായി തീരുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. 2:17 വാക്യത്തിൽ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിഞ്ഞിട്ടില്ലാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. ഹല്ലേലൂയ. ജയിക്കുന്നവന് വെള്ളക്കല്ല് കൊടുക്കും. അതിൽ ഒരു പേരെഴുതിയിട്ടുണ്ട്. ആ പേര് അത് ലഭിക്കുന്നവനല്ലാതെ മറ്റാർക്കും അത് അറിയുവാനും കഴിയില്ല. ഹല്ലേലൂയ. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു നല്ല ഇടയന് തൻ്റെ ആടുകളുടെ അടുത്തേക്ക് ഒരു ചെന്നായി വരുമ്പോൾ തീർച്ചയായിട്ടും ഇടയൻ തൻ്റെ കയ്യിലുള്ള കോലുകൊണ്ട് വടി കൊണ്ടുപോയി അതിനെ അടിക്കും. ഹല്ലേലൂയ. ചെന്നാൽ തന്നെ പിടിച്ച് കടിച്ചാലും തനിക്ക് ജീവനുണ്ടെങ്കിൽ, ശക്തി ഉണ്ടെങ്കിൽ ആ ഇടയന് തൻ്റെ ആടുകളെ രക്ഷിക്കാനായിട്ട് ഈ വടി കൊണ്ട് ചെന്നായി അടിച്ച് ഓടിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് സഭകളോട് പറയുന്നത് ഏതാണ്ട് അതേ രീതിയിലാണ്. ഹല്ലേലൂയ. നിങ്ങൾ മാനസാന്തരപ്പെടാതിരുന്നാൽ എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. ഹല്ലേലൂയ. അപ്പോൾ ഈ ആടുകളുടെ ഇടയിൽ കടന്നു വന്ന ചെന്ന എന്ന് പറയുന്നത് സഭയ്ക്കകത്ത് ദുരുപദേശം പരത്തുന്ന വ്യക്തികളെ അവിടെ ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ. സഭയ്ക്കകത്ത് ദുരുപദേശം പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന വ്യക്തികളെ അവരാരാണെങ്കിലും ദൈവം അവരോട് തൻ്റെ വാളുകൊണ്ട് നേരിടുമെന്ന കർത്താവ് പറഞ്ഞിരിക്കുന്ന. ഹല്ലേലൂയ. അന്നത്തെ കാലത്തൊക്കെയും ഈ ആൻറ്റിക്രൈസ്റ്റ് അന്നത്തെ കാലത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കള്ളപ്രവാചകന്മാർ ഇറങ്ങിയിട്ടുണ്ട്, ദുരുപദേശക്കാർ ഇറങ്ങിയിട്ടുണ്ട്.
അതുപോലെ പിറുപിറുപ്പുകാർ, പരാതിക്കാർ, ഇങ്ങനെയുള്ളവരൊക്കെയും സഭയിൽ ധാരാളം കാണുന്നുണ്ട്. ഇവരൊക്കെയും സഭയ്ക്ക് ദോഷമല്ലാതെ അവർ സഭയ്ക്ക് ഒരു നന്മയും ചെയ്യുന്നില്ല. അങ്ങനെ സഭയെ മറിച്ച് കളയുവാനായിട്ട് പിശാച് ഇങ്ങനെയുള്ളവരെ സഭയ്ക്കകത്ത് ഇറക്കി വിട്ടിരിക്കുക. ഹല്ലേലൂയ. അവരെ കർത്താവ് തീർച്ചയായിട്ടും അവരെ ശിക്ഷിക്കും. അതാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിൽ വാളുകൊണ്ട് അവരോട് പോരാടും. മാനസാന്തരപ്പെടുവാൻ കർത്താവ് വീണ്ടും സമയം കൊടുത്തിരിക്കുക. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് അവർ കർത്താവിൻ്റെ ഉപദേശങ്ങളെ കൈക്കൊള്ളുന്നുവെങ്കിൽ അവർക്ക് കുഴപ്പമില്ല. ഇല്ല എങ്കിൽ കർത്താവ് വാളുകൊണ്ട് അവരോട് നേരിടും എന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇനി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. ഈ ചെവി എന്ന് പറയുമ്പോൾ അതൊരു ഫിസിക്കൽ ഇയറിനെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്, നമുക്കറിയാം. അത് ആത്മീയമായ ഒരു ചെവിയെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു ഫാർമർ, പുള്ളി ഇങ്ങനെ ദിവസവും പഴയകാല റേഡിയോ കേട്ടുകൊണ്ടിരിക്കാറുണ്ട്. അപ്പോൾ ഈ റേഡിയോയിൽ വരാൻ പോകുന്ന കാലാവസ്ഥയെക്കുറിച്ചൊക്കെ മുന്നറിയിപ്പ് തരാറുണ്ടായിരുന്നു. പുള്ളി ഇത് കേൾക്കും. ഹല്ലേലൂയ. പുള്ളിയുടെ അയൽവക്കത്തുള്ള കൃഷിക്കാരൻ ഇത് കേട്ടിട്ട് ഒരു ദിവസം അവിടെ വലിയൊരു ഫ്ലഡ് വരാൻ പോകുന്നുവെന്ന് കാലാവസ്ഥ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ അയൽവക്കത്തുള്ള കൃഷിക്കാരന് ഈ വലിയ ഫ്ലഡ്, കാലാവസ്ഥ വലിയതായിട്ടും വ്യത്യാസം വരുമെന്ന് അറിഞ്ഞതുകൊണ്ട് ആ വർഷം കൃഷി ഇറക്കിയില്ല. കാരണം അത് ഫ്ലഡ് വന്ന് നശിച്ചു പോകും. കാരണം അങ്ങനെ മുന്നറിയിപ്പ് റേഡിയോയിൽ കൊടുത്തിരുന്നു. ഈ കർഷകന് ഈ മുന്നറിയിപ്പ് കേട്ടിരുന്നു. ഹല്ലേലൂയ. പക്ഷേ ഇയാൾ കൃഷി ഇറക്കുകയും ചെയ്തു. കൃഷി ഇറക്കി. അപ്പോൾ ആൾക്കാർ വിചാരിച്ചു ഇയാൾ ധൈര്യത്തോടെ ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ ഫ്ലഡ് വരില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കുമെന്ന് കരുതിയിരുന്നു. പക്ഷേ ഫ്ലഡ് ഉണ്ടായി അയാളുടെ കൃഷിയെല്ലാം നശിച്ചു പോകുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ ഈ അയൽവക്കത്തുണ്ടായിരുന്ന കർഷകൻ ചോദിച്ചു, സഹോദര, നിങ്ങൾ ന്യൂസ് കേട്ടില്ലേ? അതിൽ പറഞ്ഞിരുന്നല്ലോ, റേഡിയോ വിളിച്ച് പറഞ്ഞിരുന്നല്ലോ വലിയ ഫ്ലഡ് വരും, അപ്പോൾ കൃഷി ഇറക്കരുതെന്ന് പറഞ്ഞായിരുന്നല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാണ് ഇറക്കിയത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കേട്ടിരുന്നു, റേഡിയോയിൽ പറയുന്നത് ഞാൻ കേട്ടിരുന്നു, പക്ഷെ ശ്രദ്ധിച്ചില്ല. ഇതാണ് പ്രശ്നം. കർത്താവ് പറയുന്നത് കേൾക്കുന്നുണ്ട്, പലരും ശ്രദ്ധിക്കുന്നില്ല. എന്താണ് പറയുന്നതെന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെ വായിക്കുന്നുണ്ട്, പക്ഷെ എന്താണെന്ന് ശ്രദ്ധിക്കുന്നില്ല. ഇതൊരു വലിയ കുറവ് തന്നെയാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ചെവി ഉള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഈ ചെവിയുള്ളവന്, അവൻ ആത്മാവിൽ ചെവിയുള്ളവൻ അത് കേൾക്കുകയും അതിന് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യണം. ഇല്ല എങ്കിൽ ഇപ്പോൾ ഈ കർഷകന് പറ്റിയതുപോലെ ഉള്ള അബദ്ധങ്ങൾ പറ്റുവാൻ ഇടയായിത്തീരും. പിന്നെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഇവിടെ ഈ മറഞ്ഞിരിക്കുന്ന മന്ന എന്ന് പറയുന്നത്, ഹല്ലേലൂയ, അത് ഫിസിക്കൽ നറിഷ്മെൻ്റ് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതൊരു ആത്മീയമായ സ്പിരിച്വൽ നറിഷ്മെൻറ്റാണ്. ഹല്ലേലൂയ. ഈ മന്ന ലഭിച്ചു കഴിഞ്ഞാൽ, ഈ സ്പിരിച്വൽ നറിഷ്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ അത് നമുക്കൊരു ഡിവൈൻ റിവലേഷൻ ലഭിക്കുകയാണ്. നമുക്ക് ശരിയായ ഒരു റിവലേഷൻ, ഒരു വെളിപ്പാടുകൾ നമുക്ക് ലഭിക്കും. ഹല്ലേലൂയ. പ്രവചനങ്ങളുടെ ആത്മാവിനെ നമുക്ക് ലഭിക്കും. ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് ലഭിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ഈ മന്ന, ഈ മറഞ്ഞിരിക്കുന്ന മന്ന, ഈ മന്ന നമുക്ക് കർത്താവ് തരുമെന്നാണ് പറഞ്ഞ് ജയിക്കുവാണെങ്കിൽ, ഈ മന്ന നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഓരോ ഉദ്ദേശങ്ങളും, ദൈവം പോകുന്ന വഴികൾ, ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് വെളിപ്പെടുത്തി കിട്ടും. ഹല്ലേലൂയ. നമുക്കറിയാം, അബ്രഹാമിന് ഇതെല്ലാം ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. ഹല്ലേലൂയ. ലോത്തിൻ്റെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെല്ലാം ദൈവം അവിടെ അബ്രഹാമിന് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ മറഞ്ഞിരിക്കുന്ന മന്ന അത് ദൈവം നമുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിവൈനായിട്ടുള്ള റെവലേഷൻ ലഭിക്കും, ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുവാൻ പറ്റും. അതാണ് ഈ സ്പിരിച്വൽ മന്ന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അല്ല ഫിസിക്കൽ മന്നയല്ല, ഇത് സ്പിരിച്വൽ നറിഷ്മെൻറ്റ് നമുക്ക് ലഭിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. നാം കർത്താവ് പറയുന്ന പോലെ മാനസാന്തരപ്പെട്ട് ജയിച്ചു വന്നാൽ ദൈവം ഇതെല്ലാം നമുക്ക് തരുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ഇനി ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ ഉഴന്ന് നടന്നപ്പോൾ അവർ വളരെ ഡ്രൈ ആയിരുന്നു, കഴിക്കാൻ ഒന്നുമില്ല, വിശന്ന് പ്രാണം കത്തി നടന്ന ആ സമയത്ത് ദൈവം ആകാശത്തു നിന്ന്, സ്വർഗത്തിൽ നിന്ന് കൊടുത്ത ഭക്ഷണമായിരുന്നു, മല്ലന്മാരുടെ ഭക്ഷണം, ദൂതന്മാരുടെ ഭക്ഷണം കൊടുത്തതാണ് ഈ മന്ന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അത് സ്പിരിച്വലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ,
അനേകർ ഹല്ലേലൂയ അത് പാസ്റ്റർമാരാകണമെന്നില്ല, വിശ്വാസികളാണെങ്കിലും അവർ ദൈവത്തോട് കൂടുതൽ അടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു ഹല്ലേലൂയ ഒരു വലിയ ഒരു ഡ്രൈനെസ് അനുഭവപ്പെടുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. എപ്പോഴും അങ്ങനെയാണ്, വിശ്വാസികൾക്കൊരു ഡ്രൈനെസ്, പലതിനും ഒരു കുറവുള്ളതുപോലെ, പ്രശ്നമുള്ളതുപോലെ ഒക്കെയും അവർക്ക് അനുഭവപ്പെടുവാൻ ഇടയായിത്തീരും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദൈവം നിനക്ക് തരുന്നതാണ് ഈ സ്പിരിച്വൽ മന്ന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അത് ജയിക്കുന്നവനാണ് കർത്താവ് അത് കൊടുക്കുന്നത്. അത് ഇറ്റ് ഈസ് ഹിഡൻ, മറഞ്ഞിരിക്കുന്ന മഞ്ഞ, ലോകത്തിന് വെളിപ്പെടുത്തിയിട്ടില്ല. ഹല്ലേലൂയ. എന്നാൽ വിജയിച്ചു വരുന്നവന് ദൈവം അത് കൊടുക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ഇനി മറഞ്ഞിരിക്കുന്ന മഞ്ഞയെക്കുറിച്ച് മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഹല്ലേലൂയ. അത് എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. എങ്കിലും എഴുതിയിരിക്കുന്ന കാര്യമായതുകൊണ്ട്, അതായത് 2 മക്കാബിയൻസ് അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 7 വരെ, 2 മക്കാബിയർ 2-ന്റെ 4 അധ്യായത്തിൽ 4 മുതൽ 6-7 വാക്യങ്ങളിൽ ആരുടെയെങ്കിലും കയ്യിൽ മക്കാബിയറിൻ്റെ ബുക്കുണ്ടോ? ഓക്കെ, കുഴപ്പമില്ല. 2 മക്കാബിയർ 2-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 7 വരെയുള്ള വാക്യത്തിൽ. ഇനി മക്കാബിയറിനെ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് പുച്ഛമായിരിക്കും. ഹാലിൽ എന്നാൽ അതിനെക്കുറിച്ച് ഞാനൊരു വാക്കൊന്ന് പറഞ്ഞോട്ടെ. ഇത് അപ്പോക്കാലിഫ് പുസ്തകമാണ്. അപ്പോക്കാലിഫ് ബുക്സ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നോൺ കാനോനിക് ബുക്സാണ്. നമ്മളെ സംബന്ധിച്ച് അത് അംഗീകരിക്കാത്തൊരു പുസ്തകമാണ്. ഹല്ലേലൂയ. അതിനകത്ത് തോബിത്ത്, ജൂഡിത്ത്, 1 മക്കാബിയർ, 2 മക്കാബിയർ, വിസ്ഡം ഓഫ് സോളമൻ, ഇങ്ങനെ ചില പുസ്തകങ്ങളുണ്ട്. ഈ പുസ്തകങ്ങൾ ഹല്ലേലൂയ ഇത് ന്യൂ ടെസ്റ്റ്മെൻറ്റ് പീരീഡിനും ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് പീരീഡിനും ഇടയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് മക്കാബിയറിൻ്റെ പുസ്തകത്തിനകത്ത് അന്ന് നടന്ന യുദ്ധത്തെക്കുറിച്ച്, അന്നത്തെ ഒരു മക്കാബിയർ പുരോഹിതനും അവൻ്റെ 5 മക്കളും കൂടി ചേർന്ന് നടന്ന വിശുദ്ധിക്ക് വേണ്ടി ചെയ്ത യുദ്ധത്തെക്കുറിച്ചും ഒക്കെയാണ് അതിലെ സംഭവങ്ങൾ. ഹല്ലേലൂയ. അന്നത്തെ രാജാവായിട്ടിരുന്നത് അന്ത്യോക്യ എപ്പിഫാനസ് ആയിരുന്നു. ഹല്ലേലൂയ. ഈ അന്ത്യോക്യ എപ്പിഫാനസ് യെരുശലേം ദേവാലയത്തിനകത്ത് പന്നിയെ ബലി കഴിക്കുക, അങ്ങനെ അശുദ്ധമായ പല കാര്യങ്ങൾ ചെയ്തു. അതിനെതിരെ പോരാടിയ പല കാര്യങ്ങളും കഥകളുമാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അത് വേണമെങ്കിൽ നമുക്കൊരു ചരിത്ര പുസ്തകമായിട്ട് വേണമെങ്കിൽ നമുക്ക് കരുതാം. ഹല്ലേലൂയ. ഞാനത് വായിക്കാം. 2 മക്കാബിയറിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 7 വരെ. രേഖയിൽ ഇങ്ങനെയും കാണുന്നു: ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് കൂടാരവും പേടകവും തൻ്റെ പിന്നാലെ കൊണ്ടുവരുവാൻ പ്രവാചകൻ കൽപ്പിച്ചു. ദൈവം നൽകുന്ന അവകാശഭൂമി കാണുവാൻ മോശ കയറിയ മലയിലേക്ക് അവൻ പോയി. അവിടെ യെരമ്യാ ഒരു ഗുഹ കണ്ടു. കൂടാരവും പേടകവും ധൂപപീഠവും അതിൽ വെച്ചു. പ്രവേശനദ്വാരം അടച്ചു ഭദ്രമാക്കി. അതിനായി ചിലർ അങ്ങോട്ടുള്ള വഴി അടയാളപ്പെടുത്തുവാൻ മുതിർന്നു, എങ്കിലും വഴി കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. യെരമ്യാ ഇതറിഞ്ഞ് ശകാരിച്ചുകൊണ്ട് പറഞ്ഞു: ദൈവം എൻ്റെ ജനത്തെ വീണ്ടും ഒരുമിച്ച് കൂട്ടുമ്പോൾ അവരോട് കാത്തിരിക്കുകയും ചെയ്യുന്നത് വരെ ഈ സ്ഥലം അജ്ഞാതമായിരിക്കും. അന്ന് കർത്താവ് ഇത് വെളിപ്പെടുത്തും. ഹല്ലേലൂയ. അതായത് യെരമ്യാ പ്രവാചകന് ശലോമോൻ പണിത ആലയം നശിപ്പിക്കപ്പെട്ടു. അത് കൽദയർ നശിപ്പിച്ചു. അത് നാനാവിധമാക്കിയപ്പോൾ യെരമ്യാ പ്രവാചകന് അവിടെ ഉണ്ടായിരുന്ന ദൈവത്തിൻ്റെ പേടകത്തിനകത്ത് കൃപാസനം, അതിൻ്റെ പൊക്കത്തിൽ കൃപാസനത്തിനകത്തായിട്ട് പൊൻകലശത്തിൽ സൂക്ഷിച്ച മന്നയും അതുപോലെ അഹരോൻ്റെ തളർത്ത വടിയും മോശ എറിഞ്ഞുടച്ച കൽപ്പലകളും സൂക്ഷിച്ചു വെച്ചിരുന്നു. ഈ മന്ന ഒരു ദിവസം ഇരുന്നാൽ പോലും അത് ക്രമിച്ചു പോകുന്ന മന്നയാണ്.
അത് അനേക വർഷക്കാലം അത് ഇരിക്കുക. എവിടെ? ദൈവത്തിൻ്റെ കൂടാരത്തിനകത്ത്, ദൈവത്തിൻ്റെ പെട്ടകത്തിനകത്ത്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കുക. അതിനൊരു കുഴപ്പവുമില്ല എന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അത് ഈ ഏലി പുരോഹിതൻ്റെ അടുക്കൽ നിന്ന്, ശിലോവിൽ നിന്ന് ആ പെട്ടകം ഒരിക്കൽ ഫെലിസ്ത്യർ കൊണ്ടുപോകാനിടയായി തീർന്നു. ഫെലിസ്ത്യർ കൊണ്ടുപോയപ്പോൾ ഫെലിസ്ത്യരുടെ ദേശത്ത് മുഴുവനും മഹാനാശമുണ്ടാകുവാനിടയായി തീർന്നു. അവർക്ക് മൂലക്കുരു തുടങ്ങിയ മഹാരോഗങ്ങളുണ്ടായപ്പോൾ അവർ പേടിച്ചിട്ട് ആ പെട്ടകം തിരികെ കൊടുക്കുവാനിടയായി തീർന്നു. അത് പിന്നീട് ദാവീദ് കൊണ്ടുപോയി സൂക്ഷിക്കുവാനിടയായി തീർന്നു. ദാവീദ് അത് പിന്നെ ശലോമോൻ ആലയം പണിതപ്പോൾ അത് ശലോമോൻ്റെ ആലയത്തിൽ കൊണ്ടുവയ്ക്കുവാനിടയായി തീർന്നല്ലോ. ഹല്ലേലൂയ. അങ്ങനെ ആ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള മന്ന അന്ന് വരെ അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷെ അതിനുശേഷം അത് എങ്ങോട്ട് പോയി എന്ന് നമുക്കറിയില്ല. അത് ഇവിടെ ഈ 2 മക്കാബിയറിൻ്റെ 2-ാം അധ്യായത്തിൽ അത് എഴുതിയിരിക്കുക. ഹല്ലേലൂയ. യെരമ്യാ പ്രവാചകന് തൻ്റെ കൂടെയുള്ള കുറേ ജനങ്ങളെ വിളിച്ചുകൊണ്ട് ഈ പെട്ടകം എടുത്തുകൊണ്ട് ഹല്ലേലൂയ മോശ സീനായ് മലയിൽ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കൽപ്പന വാങ്ങിയ സ്ഥലത്തേക്ക് ഈ ജനങ്ങളുമായി കടന്നു പോവുക. ഹല്ലേലൂയ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ യെരമ്യാ പ്രവാചകൻ ഒരു ഗുഹ കണ്ടു. ഈ ഗുഹയ്ക്കകത്തേക്ക് ഈ പെട്ടകം ഇറക്കി വയ്ക്കുവാനിടയായി തീർന്നു. അത് ഇറക്കി വെച്ച് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭാഗത്തെ ദൈവം അവരെ കൊണ്ട് മറന്ന് കളയിപ്പിച്ചു. ഹല്ലേലൂയ. എന്നാൽ ആ പെട്ടകം സേഫായി ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുക. ഹല്ലേലൂയ എന്ന് വേണം വിശ്വസിക്കുവാൻ. ഹല്ലേലൂയ. അപ്പോൾ ആ മറഞ്ഞിരിക്കുന്ന മന്ന അത് അവിടെ തന്നെ ഉണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദൈവം അത് തൻ്റെ ജനത്തെ സന്ദർശിക്കുന്ന ഒരു നാൾ വരും. അന്ന് അതെടുത്തിട്ട് ദൈവം ഈ ജയിക്കുന്നവർക്ക് അത് കൊടുക്കും എന്നാണ് ആ മക്കബയർ പുസ്തകത്തിൽ നിന്ന് നമുക്കത് വിശ്വസിക്കുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ മറഞ്ഞിരിക്കുന്ന മന്ന ദൈവം അത് നമുക്ക് തരും. അത് ഫിസിക്കലായിട്ടും അതിനെ നമുക്ക് കണക്ക് കൂട്ടുകയാണെങ്കിൽ ഈ 2 മക്കബയറിൻ്റെ പുസ്തകത്തിൻ്റെ അനുസരിച്ച് അത് മറഞ്ഞിരിക്കുന്ന മന്ന ഇന്നും അത് ക്രമിക്കാതെ, കാരണം ദൈവ സാന്നിധ്യം ആ പെട്ടകത്തിലൂടെ എന്നുള്ളത് കൊണ്ട് അത് നമുക്കത് ലഭിക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. അതുപോലെ അടുത്ത കർത്താവിൻ്റെ വാഗ്ദത്തം എന്ന് പറഞ്ഞിരിക്കുന്നത്, ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതുമായ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. ഹല്ലേലൂയ. ജയിച്ചു വരുന്നവന് കർത്താവ് കൊടുക്കുന്ന വെള്ളക്കല്ല്, അതിൽ അവൻ്റെ പേരും എഴുതിയിട്ടുണ്ട് എന്ന് കർത്താവ് ഇവിടെ ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. പഴയ കാലത്ത് ഗ്രീക്കുകാരുടെ കോടതികളിൽ ഒരാളെ കുറ്റം വിധിച്ചു കഴിഞ്ഞാൽ അവന് കിട്ടുന്നത് ബ്ലാക്ക് സ്റ്റോൺ ആയിരിക്കും. ഹല്ലേലൂയ. എന്നാൽ ഒരുവനെ ആ ശിക്ഷയിൽ നിന്ന് ഇളവ് കൊടുത്തു കഴിയുമ്പോൾ അവനല്ല കുറ്റക്കാരനെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അവന് കൊടുക്കുന്നത് വെള്ളക്കല്ലുമായിരിക്കും. അതിലവൻ്റെ പേരും കാണും. ഹല്ലേലൂയ. അതേപോലെ തന്നെ പണ്ട് ഒളിമ്പിക് ഗെയിംസ് പോലെയുള്ള ഭയങ്കര ഗെയിംസൊക്കെ അന്ന് കാലത്ത് ഗ്രീക്കിൽ നടക്കുമായിരുന്നല്ലോ. ഹല്ലേലൂയ. അതിൽ പ്രധാനം മൃഗങ്ങളുമായിട്ടുള്ള മല്ലയുദ്ധം, മനുഷ്യരുമായിട്ടുള്ള മൽപ്പിടുത്തം, ഇതൊക്കെയാണ് അന്നത്തെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും കണ്ട് രസിച്ചുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ഈ മൃഗങ്ങളുമായിട്ടുള്ള മല്ലയുദ്ധം നടത്തുന്നവർ, മനുഷ്യരുമായിട്ട് മല്ലയുദ്ധം നടത്തുന്നവർ, ഇവരെയൊക്കെയും ഹല്ലേലൂയ ഗ്ലാഡിയേറ്റേഴ്സ് എന്ന് പറയും. ഹല്ലേലൂയ. ഈ ഗ്ലാഡിയേറ്റേഴ്സ് അവർ ജയിച്ചു കഴിയുമ്പോൾ അവർക്കൊരു സമ്മാനം കൊടുക്കണം. ആ സമ്മാനം അവർക്ക് കൊടുക്കുമ്പോൾ അതിനകത്തും ഈ വെള്ളക്കല്ല് അതിലവരുടെ പേരെഴുതിയിട്ട് അത് കൊടുക്കും. ആ ജയിക്കുന്നവർക്ക്, ഈ മല്ലയുദ്ധം ദ്വന്ദ്വയുദ്ധമെല്ലാം നടത്തി ജയിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു കല്ല് ഈ വെള്ളക്കല്ല്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വെള്ളക്കല്ല് ജയിക്കുന്നവർക്ക് പേരെഴുതിയ വെള്ളക്കല്ല് കൊടുക്കുമെന്ന്, പുതിയ പേരെഴുതിയ വെള്ളക്കല്ല് കൊടുക്കുമെന്ന് പറഞ്ഞത്. ആ ഒരു ഉദാഹരണം പറഞ്ഞെങ്കിൽ അന്നത്തെ കാലത്തുള്ള യഹൂദന്മാർക്ക് അത് മനസ്സിലാവുകയുള്ളൂ. ജയിക്കുന്നവന് കൊടുക്കുന്നത് അത് കിട്ടാൻ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. ഹല്ലേലൂയ. മൃഗങ്ങളുമായിട്ടുള്ള ദ്വന്ദ്വയുദ്ധത്തിലൊക്കെ ജയിക്കുക എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാവരും പരാജയപ്പെടുകയോ അവർ കൊല്ലപ്പെടുകയോ ചെയ്യും. കൊല്ലപ്പെടുന്ന കാണാനാണ് ഈ പ്രഭുക്കന്മാർ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അതുപോലെ മനുഷ്യർ തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധത്തിൽ ആരെങ്കിലും ഒരാൾ മരിക്കും. ഹല്ലേലൂയ. അത് കണ്ട് രസിക്കാനാണ് ഈ എംപറേഴ്സും അവരുടെ പ്രഭുക്കന്മാരും ഒക്കെ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ അത് ജയിച്ച് ആ വെള്ളക്കല്ല് കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. ഹല്ലേലൂയ. കർത്താവ് നമുക്കിതിവിടെ കൊടുക്കാൻ പോകുന്ന ഇത്തരത്തിലുള്ളൊരു വെള്ളക്കല്ലാണ് എന്ന്, ജയിക്കുന്നവന് കൊടുക്കുന്ന ഇതുപോലുള്ളൊരു റിവാർഡാണ് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഈ വെള്ളക്കല്ല് എന്നുള്ള ഒരു ഉദാഹരണം കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അതുപോലെ പുതിയ പേര്, ഞാൻ അവർക്ക് പുതിയ പേര് കൊടുക്കും. ഹല്ലേലൂയ.
നമുക്കറിയാം അബ്രഹാമിന് ദൈവം പുതിയ പേര് കൊടുത്ത് അബ്രഹാം എന്നാക്കി. യാക്കോബിന് ദൈവം പുതിയ പേര് കൊടുത്തിട്ട് ഇസ്രായേൽ എന്നാക്കി. അതുപോലെ ആ പേരുകൾക്കൊക്കെ ഒരു അർത്ഥമുണ്ടല്ലോ. അതുപോലെ ശൗലിന് പുതിയ പേര് കൊടുത്ത് പൗലോസ് എന്നാക്കുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. ഇതുപോലൊരു പുതിയ പേര് ദൈവം ജയിക്കുന്നവന് കൊടുക്കുവാൻ ഇടയായിത്തീരും. അർത്ഥവത്തായ പേരുള്ള ഒരു പുതിയ പേര്. ഹല്ലേലൂയ. പണ്ടൊക്കെ ആട്ടിടയന്മാർ അവർക്കൊരു കുഞ്ഞാട് ഒരാട് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞാടിൻ്റെ ചെവിയിൽ ഇവർ 1-2 ആഴ്ച കഴിയുമ്പോൾ ഈ ചെവിയിൽ പോയി അവരൊരു പേര് പറയും ഈ ആടിനോട്. അങ്ങനെ 2-3 ദിവസം ഈ ആടിൻ്റെ ചെവിയിൽ പോയി അതിൻ്റെ പേരിട്ട് കഴിയുമ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ ആടിനെ ആ പേര് ചൊല്ലി വിളിക്കുമ്പോൾ ഈ ആട് ഈ ഇടയൻ്റെ അടുത്തേക്ക് വരുവാനിടയായിത്തീരും. ഈ പേര് ആടിനും ആ പേര് ഇട്ട ആടിനും ഈ ഇടയനും മാത്രമേ അറിയാവുള്ളൂ. അവർ തമ്മിലുള്ള ഒരു ബന്ധം. അതുപോലെ കർത്താവ് ഈ പുതിയ പേര് കൊടുത്തവരെ കർത്താവ് വിളിക്കും. ഹല്ലേലൂയ. കർത്താവ് വിളിക്കുമ്പോൾ അത് കേൾക്കുവാനുള്ള ഒരു ആത്മീയ ജ്ഞാനമുള്ളവർക്ക് മാത്രമേ അത് കേൾക്കുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ഇനി നമുക്ക് ഇത്രയുമായിരുന്നു നമ്മൾ പെർഗമോ സഭയെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഉണ്ടായിരുന്നത്. ഹല്ലേലൂയ. ഇനി നമുക്ക് തൈത്തീര സഭയെക്കുറിച്ച് നമുക്ക് നോക്കാം. ഹല്ലേലൂയ. അതിൻ്റെ 18 മുതൽ 29 വരെയുള്ള വാക്യം തൈത്തീരയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും വലിയ ഒരു ലെറ്ററാണ്. 7 സഭകളിൽ വെച്ച് ഏറ്റവും വലിയൊരു ലെറ്ററാണ് തൈത്തീര സഭയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഈ തൈത്തീര സഭ അത്ര പ്രാധാന്യമുള്ള സഭയൊന്നും ആയിരുന്നില്ല. ഹല്ലേലൂയ. എങ്കിലും വലിയൊരു ലെറ്റർ എഴുതി ദൈവം കൊടുക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അതിൻ്റെ 18-ാമത്തെ വാക്യത്തെ പറയുന്നത്, തുയത്തേര സഭയുടെ ദൂതനെ എഴുതുക, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോടിന് സദൃശമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തിയും നിൻ്റെ സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും സഹിഷ്ണുതയും എന്നിവയും നിൻ്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ എന്നും അറിയുന്നു. ഹല്ലേലൂയ. ആദ്യമേ കർത്താവ് അവിടെ അവനൊന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. നിൻ്റെ ആദ്യത്തെ പ്രവൃത്തി, സാധാരണ ആദ്യത്തെ പ്രവൃത്തി ഒടുവിലത്തെ പ്രവൃത്തിയോട് താരതമ്യം ചെയ്യാൻ പറ്റുകയില്ല. അത് പരാജയപ്പെടുന്ന അവസ്ഥയായിരിക്കും മറ്റ് പലരുടെയും. എന്നാൽ ഇവിടെ ഈ തൈത്തീര സഭയ്ക്ക് അവരുടെ ആദ്യത്തെ പ്രവൃത്തികളെക്കാളും നല്ലതായിരുന്നു അവൻ്റെ അവസാനത്തെ, ആദ്യത്തേലും ഏറെയും പ്രവൃത്തി. നിൻ്റെ ആദ്യത്തെ പ്രവൃത്തി ആദ്യത്തേതിലും നിൻ്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ എന്നും അറിയുന്നു. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ ആദ്യത്തേക്കാൾ നന്നായി ഒടുവിൽ അവൻ പ്രവർത്തിക്കുവാൻ ഇടയായി തീർന്നു തൈത്തീര സഭയെന്ന് ദൈവം അവനെ ആശ്വസിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അല്ലെങ്കിൽ അവനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ ഇടയായി തീർന്നത്. ഈ തൈത്തീര എന്ന് പറയുന്ന ഒരു ചെറിയ സിറ്റിയാണ്. മറ്റുള്ള സിറ്റികളെപ്പോലെ അത്ര വലിയൊരു സിറ്റിയൊന്നുമല്ല തൈത്തീര. ഹല്ലേലൂയ. അത് ഏഷ്യ മൈനറിൽപ്പെട്ടതാണ് നമുക്കറിയാം. ഇത് പെർഗമോസിനും സിർദീസിനും ഇടയിലുള്ള ഒരു ചെറിയൊരു സ്ഥലമാണ്. ഹല്ലേലൂയ. ഈ 7 സഭകളിൽ വെച്ച് ഏറ്റവും പ്രാധാന്യം കുറഞ്ഞൊരു സഭയാണെങ്കിലും അവർക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ലെറ്ററാണ് കിട്ടിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ തൈത്തീരയുടെ പ്രത്യേകത എന്ന് പറയുന്ന അവിടെ ഈ സ്കാർലറ്റ് ഡൈ, ഈ സിൽക്ക് തുണികൾ ഇതൊക്കെയും ഡൈ ചെയ്യുന്ന വളരെ വിശേഷപ്പെട്ട വളരെ വിദഗ്ധമായ കമ്പനികളുണ്ടായിരുന്നു. അതിന് വളരെ പ്രസിദ്ധമായിരുന്നു. അവിടുത്തെ ഡൈ ഒരിക്കലും കളർ പോകുന്നതായിരുന്നില്ല. വളരെ ശ്രേഷ്ഠമായ ഒരു ഡൈ ആയിരുന്നു. അങ്ങനെ ലോകത്തിൻ്റെ എല്ലായിടത്തു നിന്നുമുള്ള ഹല്ലേലൂയ ഈ ടെക്സ്റ്റൈൽ ബിസിനസ് മുതലാളിമാരെല്ലാം ഈ തൈത്തീരയിൽ വന്നാണ് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. ഹല്ലേലൂയ. ലിദിയ, നമുക്കറിയാം ഫിലിപ്പിയിലുണ്ടായിരുന്ന ഒരു ലീഡിയ. ഈ ലീഡിയ ഈ തൈത്തീരയിലെ വലിയൊരു കച്ചവടക്കാരിയായിരുന്നു. അവിടുന്ന് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോവുകയും ഫിലിപ്പീനിൽ കൊണ്ട് വിൽക്കുകയും ചെയ്തിരുന്നു. ഹല്ലേലൂയ. അതുപോലെ ഹല്ലേലൂയ തൈത്തീര സഭയെ സംബന്ധിച്ച് അവർക്ക് പേഴ്സിക്യൂഷനോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഹല്ലേലൂയ അവിടെ ഒരുപാട് ബിസിനസ് വ്യവസായങ്ങൾ ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഈ ലെതറിൻ്റെ ബിസിനസ് ഉണ്ടായിരുന്നു, തുണിയുടെ ബിസിനസ് ഉണ്ടായിരുന്നു, ഈ കളർ അടിക്കുന്ന ബിസിനസ് ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ബിസിനസ്സുകളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അവിടെ ഒരുപാട് വ്യവസായങ്ങളും യൂണിയൻസും ഉണ്ടായിരുന്നു. ഒത്തിരി യൂണിയൻകാരുണ്ടായിരുന്നു. ട്രേഡ് യൂണിയൻസുകാരുണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഈ ട്രേഡ് യൂണിയനായിട്ട് ഒരു തരത്തിലുള്ള യോജിപ്പിന് സഭ തയ്യാറല്ലായിരുന്നു. അതാണ് അവരുടെ പ്രശ്നം. ഹല്ലേലൂയ.
അപ്പോൾ ഈ സഭ ഈ ട്രേഡ് യൂണിയൻ അല്ലെങ്കിൽ ഗിൽഡ് എന്നാണ് പറയുന്നത്, ഈ ഗിൽഡ്സുമായിട്ട് ഒരു തരത്തിലുള്ള യോജിപ്പിന് സഭ തയ്യാറല്ല. കാരണം ഇവർ ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് കൂടും. ഈ യൂണിയനിൽപ്പെട്ടവർ ഇവർ മീറ്റിംഗ് കൂടുന്നത് ഏതെങ്കിലും ടെമ്പിളിൽ വെച്ചായിരിക്കും. അപ്പോൾ അവിടെയുള്ള ദേവന്മാരുടെ വിഗ്രഹത്തിൽ സമർപ്പിച്ചതിൻ്റെ ബാക്കിയുള്ള ഭക്ഷണമായിരിക്കും ഇവർ കഴിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അത് സഭയിലെ ദൂതന് അത് തീരെ ഇഷ്ടമുള്ള കാര്യമല്ലായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ സഭയ്ക്ക് വെളിയിൽ നിന്നുള്ള പീഡനത്തെക്കാളും അധികം സഭയ്ക്കകത്തു നിന്നുള്ള പീഡനമായിരുന്നു ഈ ദൂതന് ലഭിച്ചുകൊണ്ടിരുന്നത്. ഈ ബിഷപ്പിന് സഭയ്ക്കകത്തു നിന്നുള്ള പീഡനം കണ്ടുപോകാനുണ്ടായിരുന്നു. കാരണം സഭയിൽ വരുന്ന ഈ ജനങ്ങൾ, ക്രിസ്ത്യാനികളായിട്ടുള്ള ജനങ്ങൾ, ഇവർ ചോദിക്കുന്നത്, നമ്മൾക്ക് ആ യൂണിയനിൽ ചേർന്നതുകൊണ്ട് എന്താ കുഴപ്പമുള്ളത്? നമ്മൾക്ക് ആ യൂണിയനിൽ ചേർന്നെങ്കിൽ മാത്രമേ നമുക്കവിടെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ജോലി ചെയ്തെങ്കിൽ മാത്രമേ നമുക്കവിടെ ജീവിക്കുവാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. അതിനെ അവർ അവിടെ ജസ്ബേൽ എന്നൊരു സ്ത്രീയെ അവിടെ കാണുന്നുണ്ട്. ഈ ജസ്ബേൽ എന്ന സ്ത്രീയുമായിട്ട് ഇവർ സഭാദൂതനുമായി സംസാരിക്കുവാനൊക്കെ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഈ സഭാദൂതന് അതൊരിക്കലും അനുവദിക്കാൻ ഇടയായി തീർന്നില്ല. അങ്ങനെ ഈ സഭാദൂതന് ഇങ്ങനെയുള്ള ഈ കോംപ്രമൈസിന് അദ്ദേഹം സമ്മതിക്കുമായിരുന്നില്ല. അങ്ങനെ സഭയ്ക്കകത്തു നിന്നുള്ള പീഡനം ഈ സഭയുടെ ദൂതനുണ്ടായിരുന്നു. എന്നാൽ വിശ്വാസികളിൽ പലരും നമ്മളുടെ ലോകത്തിൻ്റെ അനുസരിച്ച് നമ്മൾ മാറണം, ലോകത്തിലെല്ലാവരും പണക്കാരാണ്, നമുക്കും പണമുണ്ടാകും, നമുക്കും ജോലി ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരെ പലരും മാറിയപ്പോൾ ഈ ദൂതനതിനെ, ഈ സഭയുടെ ബിഷപ്പ് അതിനെ എതിർത്ത് നിൽക്കുവാൻ ഇടയായി തീർന്നു. ഈ കോംപ്രമൈസ് സാധാരണയായി ഈ ഫിലിം സീരിയൽ രംഗത്ത് കാണുന്ന ഒരു വേർഡാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. അതുപോലെ സഭകളിൽ കാണുന്ന ഒരു പേരാണ്, ഒരു വേർഡാണ് കോംപ്രമൈസ്. ഹല്ലേലൂയ. അത് അന്ന് മുതൽ ഇന്ന് വരെ ഈ കോംപ്രമൈസ് ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ സഭയെ നടത്തുന്ന ആ ബിഷപ്പ് ഹല്ലേലൂയ എന്തുമാത്രം പീഡനം അനുഭവിച്ചെങ്കിൽ മാത്രമേ അതിൽ വരുന്ന ബാക്കി ഒന്നോ രണ്ടോ വിശ്വാസികളെ ഉള്ളൂ എങ്കിലും ആ വിശ്വാസികളെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കണമെങ്കിൽ ഈ ബിഷപ്പ് ഒരുപാട് സഹിക്കേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ. നമുക്ക് ഇന്ന് ഒരുപാട് കോംപ്രമൈസുള്ള ഒരുപാട് സഭകൾ നമ്മുടെ നാട്ടിൽ തന്നെ. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഹല്ലേലൂയ മോനെ ഗണേശ വന്ന് ഞങ്ങളുടെ ഈ സഭയിലുള്ള ഇവിടെ ഈ സൺഡേ സ്കൂളിലൊക്കെ പാസ്സായ പിള്ളേർക്ക് അല്ലെങ്കിൽ സ്കൂളിൽ നിർത്തണ്ടരായ പിള്ളേർക്ക് കുറേ ഭക്ഷണങ്ങളും കുറേ ബാഗുകളും ഒക്കെ കൊടുക്കാൻ, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞ് ഗണേശനെ വിളിച്ചു വരുത്തി. ഗണേശന് ഗുണമാണ്. ഗണേശൻ വന്ന് 2 ദൈവത്തിൻ്റെ വചനമൊക്കെ പറഞ്ഞപ്പോൾ അവിടെയുള്ള വിശ്വാസികളൊക്കെയും അടുത്ത പ്രാവശ്യം ഇലക്ഷൻ നിന്ന് ഗണേശൻ ജയിക്കുമെന്നുള്ള ഒരു ഉറപ്പ് വന്നു. ഹല്ലേലൂയ. കാരണം അവരൊക്കെയും ഗണേശൻ വോട്ട് കൊടുത്തോളും. ഹല്ലേലൂയ. ഈ സഭയിലെ ബിഷപ്പിനാണെങ്കിൽ അദ്ദേഹത്തിന് ഗുണമാണ്. കാരണം അദ്ദേഹത്തിന് സഭാമക്കളോട് പറയാൻ കഴിയുന്നത്, നമ്മൾ ഈ ഗണേശൻ വലിയ മന്ത്രിയല്ലേ, ഗണേശനൊക്കെ ആയിട്ട് നമ്മൾ കൂട്ടുചേർന്നാൽ നമുക്ക് പല കാര്യങ്ങളും നേടുവാൻ കഴിയും. നമ്മൾ ചെയ്യുന്ന പല ക്രൈംസും ഗണേശനുള്ളത് കൊണ്ട് മാറിപ്പോകും. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ആ സഭയിലെ ദൂതനെക്കുറിച്ച് പലതും നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ളൊരു കോംപ്രമൈസ്, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകുവാൻ ഹല്ലേലൂയ പല സഭകളും ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് പല ദോഷങ്ങളും സംഭവിക്കുന്നുണ്ട്. ആ കോംപ്രമൈസിനെ വിട്ട് അത് പിടിച്ചു നിൽക്കുവാൻ പല ദൈവദാസന്മാർക്കും സാധിക്കാതെ പോകുന്നു. ഹല്ലേലൂയ. അതുപോലെ സതീശ വലിയ ജനങ്ങൾ സംബന്ധിക്കുന്ന ഈ സുവിശേഷ ഘോഷണത്തിൽ നീയും വന്ന് ദൈവത്തിൻ്റെ കുറച്ച് വചനം പറയ്. അങ്ങനെ സതീശനും വന്ന് ദൈവത്തിൻ്റെ വചനം അവർ എഴുതിക്കൊടുത്തെല്ലാം പറഞ്ഞ് കാണാപ്പാഠം പറഞ്ഞ് പറയിപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. സതീശൻ, നിനക്കും പ്രയോജനമുണ്ട്, ഈ ജനങ്ങളൊക്കെ നിനക്ക് വോട്ട് ചെയ്യും. ഹല്ലേലൂയ. അതുപോലെ നീ ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത മുഖ്യമന്ത്രി ആരാ? നീ അല്ലയോ? അപ്പം ഞങ്ങൾക്കും പ്രയോജനം ചെയ്യും. ഇങ്ങനെയുള്ളൊരു കോംപ്രമൈസ്. ഹല്ലേലൂയ. ആ ദൈവത്തോടുള്ള വിശ്വാസം കുറവായതുകൊണ്ടാണ്. ഹല്ലേലൂയ. കഷ്ടപ്പാടുകൾ വരുമ്പോൾ ഹല്ലേലൂയ ദൈവം നമ്മളെ സഹായിക്കുമെന്നുള്ള വിശ്വാസം നമുക്ക് കുറവായതുകൊണ്ട് ഈ തരത്തിലുള്ള കോംപ്രമൈസിലൂടെ പോകുവാനിടയായിത്തീരും. ഈ തൈത്തീര സഭ അപ്രകാരമുള്ള ഒരു കോംപ്രമൈസിലൂടെ പൊയ്ക്കൊണ്ടിരുന്ന ഒരു സഭയായിരുന്നു. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും സമയം ഒരുപാട് ആയിപ്പോയതുകൊണ്ട് നമുക്ക് തൈത്തീര സഭയെക്കുറിച്ച് അടുത്ത പ്രാവശ്യം പഠിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ.